സുഖം 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 പരമസുഖം. വേറെ സുഖമല്ല, പരമസുഖം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എല്ലാരും പറയും പെൺപിള്ളേരോട് ചോദിക്കരുതെന്ന്. പക്ഷെ ചോദിക്കുക, അപ്പൊ എത്ര വയസ്സുണ്ടായിരിക്കാം? കറക്റ്റ് ടൈമാണെന്ന് പറഞ്ഞ പോലെ അതിന്റെ പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. ആവേശമുണ്ട്, പക്ഷെ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ടാസ്ക് കൂടിയാണ്. ആ ഒരു സമൂഹത്തിന്റെ കോർട്ടിൽ വെക്കുന്ന ഒരു ബോളാണ് ബോൾ. നിർണായക മൊമെന്റുകളിൽ സ്പന്ദനമല്ല, പന്ത് തന്നെയാണ് ഗോളം. പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബോളഗോളം ടീമാണ്. അവിടുത്തെ ആ സിനിമയുടെ വിശേഷങ്ങളും മറ്റ് അണിയറ പ്രവർത്തനങ്ങളും ഇവരുടെ ഇപ്പോഴത്തെ കുറച്ച് കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ ടീം നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ആക്ച്വലി ഇവർ രാവിലെ ഞാൻ വന്നപ്പോൾ തൊട്ട് തിരക്കിട്ട് എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ എല്ലാവരുടെയും മുഖത്ത് ഒരു 500 വാട്ടിന്റെ ബൾബിന്റെ ഒരു ചിരി. നമ്മുടെ പ്രേക്ഷകരെല്ലാം എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ. അപ്പൊ ചിരി തന്നേരം എനിക്കറിയാം ടയേർഡാണ് എന്നുള്ളത്. എന്നാലും എൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കറിയാം, എന്നാലും സുഖം 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 പരമസുഖം. വേറെ സുഖമല്ല, പരമസുഖം. അത് കൊള്ളാം. പിന്നെ ടയേർഡായി എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനർജി ബൂസ്റ്റർ. അതെ, ആക്ച്വലി ഞങ്ങൾക്കൊരു ഫാം ഉണ്ട് കേട്ടോ, പിജൂസ് തടത്തിൽ ഫാം. അപ്പൊ നമ്മുടെ ഓർഗാനിക് ഹണിയാ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജില്ലായിട്ട് ഇരുന്ന് എനിക്ക് ഇന്റർവ്യൂ തരും. അത്ര സ്ട്രോങ് ആണ്. നമ്മളെന്താ ഇന്ത്യയിൽ ഫസ്റ്റ് ഹണി സ്പൂൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടു നടക്കാനും ഒക്കെ എളുപ്പത്തിൽ മിസ് ചെയ്യാവും. അതെ, ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഇത് കഴിച്ചു അപ്പത്തേക്കും അപ്പോഴേക്കും ആ പോയ എനർജി ഒക്കെ തിരിച്ചു വരും. രാവിലെ മോർണിംഗ് വന്ന് ഫ്രഷ്നെസ് ഒക്കെ അങ്ങ് കിട്ടട്ടെ. പൊട്ടിക്കാൻ ഇച്ചിരി പാടാണെന്ന്. നമ്മുടെ ഫാമിലെ ഫ്രഷ് ഹണിയാണ് കേട്ടാ. നമ്മുടെ പ്രേക്ഷകരോട് ലൈവായിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ. ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കുടിക്കാം. റിയലാണ്, നമ്മുടെ ഫാമിൽ തന്നെയുള്ളതാണ്. നമ്മുടെ കോതമംഗലത്തെ ഫാമിൽ നിന്ന് അവര് സ്പൂൺ പാക്ക് ചെയ്തപ്പോ ഞാൻ നിങ്ങൾക്ക് തരാനാന്നും പറഞ്ഞ് കൊണ്ടുവന്നേക്കുന്നതാണ്, സ്പെഷ്യലായിട്ട് എടുത്ത് വെച്ചിട്ട്. ഓർമ്മ വന്നില്ലേ? എന്നാലും ഒന്ന് കുടിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ടേസ്റ്റ് അല്ലേ? ടിഷ്യൂസ് എന്തെങ്കിലും വേണോ? നമ്മുടെ കോതമംഗലത്താണ് നമ്മുടെ ഫാം. പക്ഷെ നമ്മൾ ചൂണ്ടി കോലഞ്ചേരിയിൽ ഗ്ലോബൽ ഹണി എക്സ്പീരിയൻസ് സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 24 ഹണീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം. ഇപ്പം നമ്മൾ നോർമലി ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഹണി തരാൻ പറയണു, പൈസ കൊടുക്കണു, മേടിക്കണം. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ 24 വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് ലൈവായിട്ട് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഹണി വാങ്ങിക്കാം. തടത്തിൽ ഫാം ഹണി. ഓക്കെ, അപ്പൊ എങ്ങനെ ഇപ്പം കുറച്ച് ക്ഷീണമൊക്കെ എങ്ങനെയുണ്ട്? സെറ്റ് ആയില്ലേ? ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഓൾറെഡി പ്രിവ്യൂ കഴിഞ്ഞു. അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻസ് ആണ് വരുന്നത് അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പം ജൂലൈ 3 റിലീസ്. ഈ മൊമെന്റിൽ എന്താണ് ശരിക്കും നമ്മുടെ ഡയറക്ടറുടെ ആദ്യത്തെ പടം കൂടിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ച നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് അല്ലേ? ഈ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത്? പ്രൗഡ് ഓഫ് കോഴ്സ്. പിന്നെ ഒരുപാട് പ്രഷറുണ്ട് ആ കൂട്ടത്തിൽ. കാരണം ആദ്യ മൂവിയാണ്. പിന്നെ സമൂഹം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് അതിനെ കുറിച്ചുള്ള പ്രഷറുണ്ട്. പക്ഷെ
നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഫോട്ടോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഞാനൊരു ഫുൾ ടൈം ഫിൽം മേക്കർ അല്ല. കഴിഞ്ഞ വെക്കേഷൻ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഈ വെക്കേഷനിൽ അതിന്റെ റിലീസ്, പോസ്റ്റ് പ്രൊഡക്ഷൻ റിലീസ്. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഫുട്ബോളിന്റെ സീസണാണ് ഈ സമയത്ത്. കാരണം വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ടീമുകളുണ്ട്. പക്ഷെ ആ ടീമുകളുടെ ഒന്നും കളി പോലും കാണാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. ജിബ്രാന് കട്ടക്ക് കൂടുണ്ട്. അതാണ് ഒരു സമാധാനമുള്ളത്. നാട്ടുകാരാണ്, യൂറോപ്യാണ്. പക്ഷെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഇന്നലെ റിവ്യൂ കാണിച്ചപ്പോൾ നമുക്ക് ഒരു കിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിക്ക് ഓഫ് നന്നാവുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പം സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്, നമ്മൾ മീഡിയാസാണ്. പക്ഷെ നമ്മൾ കൊച്ചിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും സിനിമയോട് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ സക്സസിലോട്ട് എത്തിച്ചേരുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. എവിടെയാണ് എനിക്കൊരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു സ്പാർക്ക് വീണ മൊമെന്റ് എന്തായിരിക്കാം? സിനിമ മോഹം ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ നമ്മൾ അഭിനയമല്ല എൻ്റെ ഒരു മേഖല. ബാംഗ്ലൂരിൽ ഒരു 20 വർഷം മുമ്പൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കലാശിപ്പാളയം മാർക്കറ്റ് എന്നും അതേപോലെ മെജസ്റ്റിക് എന്നൊക്കെ വാങ്ങിയിട്ടുള്ള DVDകളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാനിയൻ ഫിലിംസ്, കൊറിയൻ ഫിലിംസ്, പിന്നെ ഓസ്കാർക്ക് നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫിലിംസ്, ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഫിലിംസ് ആണ്, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബംഗാളി മറ്റേ സത്യജിത് സിനിമകൾ, അങ്ങനെ അത്ര ക്ലാസ് മലയാളത്തിൽ ഒരുപാട് ആളുകൾ. മലയാളത്തിൽ നമുക്ക് DVD അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇന്നത്തെ പോലെ അങ്ങനെ കാണാനുള്ള സ്കോപ്പ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുന്നുണ്ട്, അങ്ങനത്തെ പല ഫിലിംസ് കണ്ടുപിടിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഫിലിം അന്ന് മുതലേ നമ്മുടെ മൈൻഡിലുണ്ട്. പക്ഷെ അത് സിനിമ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത്. പക്ഷേ 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ എന്തൊരു തോട്ട് വന്നു ഒരു മൊമെന്റിൽ. അപ്പോൾ ജിബ്രാൻ DOP നാട്ടുകാരനാണ്. അവൻ്റെ 10 സിനിമകൾ ചെയ്തിട്ട് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവനെ വെച്ചിട്ട് ജിബ്രാനോട് കഥ പറഞ്ഞു, സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ ജിബ്രാൻ ഇത് നമ്മൾ ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പിന്നെ കൂട്ടുകാരൊക്കെ ഒപ്പം നിന്നപ്പോൾ, ഫാമിലി ഒപ്പം നിന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എല്ലാരും പറയും പെൺപിള്ളേരോട് ചോദിക്കരുതെന്ന്. പക്ഷെ ചോദിക്കുക, അപ്പൊ എത്ര വയസ്സുണ്ടായിരിക്കാം? 20 വർഷം മുമ്പത്തെ കഥ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതാ. പക്ഷെ 44. പക്ഷെ അത്രയൊന്നും പ്രായം തോന്നിക്കില്ല അല്ലേ? അല്ലേ, നല്ല യങ് ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന. എന്താ രഹസ്യം? പോസിറ്റീവായിട്ട് ഇരിക്കാന്നുള്ളതാണ്. നമ്മള് പോസിറ്റീവായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം, അതന്നെ. പിന്നെ ഹെൽത്ത് അങ്ങനെ ജിമ്മും ഒന്നുമില്ല. പക്ഷെ അവനെന്നെ ആവശ്യമുള്ള ഒരു ദിവസത്തിന് മാത്രമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ. അത് ശരി. ഡയറ്റ് നന്നായിട്ട് നോക്കും. എനിക്കൊക്കെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ ശരിക്കും ഞാൻ നമ്മുടെ ഹീറോയിനെ കണ്ട സമയത്ത്, ആലിയനെ കണ്ട സമയത്ത് ഞാൻ ശരിക്കും ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ടാലന്റ് ആണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എത്ര കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊന്നും പറ്റൂല കേട്ടോ. ഞാൻ അന്നേരം എൻ്റെ ഉള്ളിൽ കൊണ്ട് അന്നേരം ഓർത്തിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മുടെ ഇൻഡസ്ട്രി ഇതാണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഫുഡൊക്കെ കാണുമ്പം എങ്ങനെ കൺട്രോൾ ചെയ്യണം? ഇഷ്ടമുള്ള ഫുഡെല്ലാം നന്നായിട്ട് കഴിക്കും, അതിനൊപ്പം വർക്കൗട്ട് ചെയ്യും. ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ ധൈര്യമായിട്ട് അത്രയും നമ്മൾ ബേൺ ചെയ്ത് പോവുകയാണെങ്കിൽ കഴിക്കാം. ഞാൻ പൊതുവെ ഒരു മടിച്ചേനെ കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ തന്നെയാണ്. ഒരു കാര്യമില്ല. എന്താന്നറിയോ, നമ്മുടെ ഫാമിലി ചില സമയത്ത് ഷൂട്ടൊക്കെ വെക്കും. അപ്പം നമ്മള് ആക്ച്വലി ഇതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ, ചില ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത. ശരിക്കും ഈ മഴക്കാലത്തൊക്കെ ഈ തേനീച്ച ഈ തേൻ ശേഖരിച്ചുകൊണ്ട് വരൂലേ, അപ്പൊ മഴ വെള്ളത്തിന്റെ കണ്ടന്റ്, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. ആക്ച്വലി ഇതെങ്ങനെയായിരിക്കാം ആ മോയ്സ്ചർ കണ്ടന്റ് അത് കളയുന്നേ? കാരണം ഹണി കുറെ നാള് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കുന്ന അറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവര് വെയില് തെളിയൂലേ, ആ വെയില് തെളിയുന്ന സമയത്ത് ഈ കാവൽ തേനീച്ചകളില്ലേ, അവരാ ഇതിന്റെ എൻട്രിയുടെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ചിറകിട്ടടിച്ച് സൂര്യപ്രകാശം ഏൽക്കുന്ന അവിടുത്തെ എയർ ചൂടാവൂലേ, അതിങ്ങനെ കൂടിന്റെ അകത്തേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കും. അവര് ക്ഷീണിച്ച് കഴിയുമ്പം അവരുടെ ആ ഒരു ഡ്യൂട്ടി മാറി അടുത്ത ആൾക്കാർ ആ കൂടിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെക്കാൾ കൂടുതൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ശരിക്കും ആക്ച്വലി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവരെ മോയ്സ്ചർ കണ്ടന്റ് എടുത്ത് കളയണേ. അതെ, തേനീച്ചയുടെ നിലനിൽപ്പ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. അതെ അതെ, പരാഗണം. അതെ അതെ അതെ. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ. അപ്പം നമ്മള്
ഒരുപാട് ക്യൂരിയോസിറ്റി നിറഞ്ഞ കാര്യങ്ങൾ ഇവർക്കുണ്ട്. അപ്പം നമ്മളതൊക്കെ ഷൂട്ട് ചെയ്യാൻ പോണ സമയത്ത് നമുക്ക് ലൈവായിട്ട് അവിടെ പെട്ടിയൊക്കെ പൊട്ടിച്ച് നമ്മൾ ഓരോ തേനീച്ചകൾക്ക് ഓരോ വെറൈറ്റീസ് കാണും. ഓരോ സ്ഥലത്ത് വെക്കുന്ന പൂവിന്റെ ലഭ്യത അനുസരിച്ച് ടേസ്റ്റിന് വ്യത്യാസം കാണും. അപ്പം നമുക്ക് ആ ഹണി കോമ്പിന്ന് നേരിട്ട് എടുത്ത് കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ അവിടുത്തെ ചേട്ടനെ സോപ്പിട്ട് ഇടയ്ക്ക് മുട്ടിനൊക്കെ കുറച്ചൊക്കെ തട്ടാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ വെച്ചാൽ പ്രോപ്പറായിട്ട് നോക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ മോർണിംഗ് രാവിലെ നമ്മളിപ്പം ചെറുതേനിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ഡയറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ക്ഷീണിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് ഫുഡ് കൊണ്ടാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് മൂവിയിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് സെറ്റും അവിടുത്തെ ഒരു അന്തരീക്ഷവും? സെറ്റൊക്കെ നല്ല വൈബായിരുന്നു. പിന്നെ മലബാർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മലബാർ അവിടുത്തെ ആൾക്കാരായാലും പിന്നെ അവിടുത്തെ ഫുഡായാലും എല്ലാം അടിപൊളിയായിരുന്നു. ഓ, ഈ ഫുഡിന്റെ കാര്യത്തിൽ നിന്ന് എന്തായാലും മാറിപ്പോകില്ല. തിരിച്ച് വീണ്ടും ശരിക്കും പ്രൊഡക്ഷൻ ഫുഡ് ഒരു വികാരം തന്നെയല്ലേ. ശരിക്കും വീട്ടിൽ പോയിരുന്ന് കഴിച്ചാലും നമുക്ക് ഓക്കെ, നമ്മൾ എന്താ പറയണേ, എല്ലാവരും കൂടി ഒരു ഷെയർ ഒക്കെ ചെയ്ത് അല്ലേ, ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതാണ് എന്റെ പ്രശ്നം, ഞാൻ എവിടെ തുടങ്ങിയാലും തിരിച്ചു ഫുഡിന്റെ അകത്ത് തന്നെ വരും. ഞങ്ങൾ പിന്നെ പെരിന്തൽമണ്ണയായിരുന്നു സ്റ്റേ ചെയ്തൊക്കെ. അവിടെ ഇപ്പൊ അടിയിൽ ചെല്ലുമ്പോ ഈ അവക്കാഡോ ഷേക്കൊക്കെ കിട്ടും. നല്ല പ്യൂർ അവക്കാഡോ വേറൊന്നും മിക്സ് ചെയ്യാൻ അടിച്ച് നല്ല പൾപ്പായിട്ട് അത് ഇവര് വിത്തൗട്ട് ഷുഗറിന് പകരം മറ്റേ ഡേറ്റ്സ് ആഡ് ചെയ്തിട്ട് അടിച്ചു തരും. അതൊക്കെ നല്ല അടിപൊളി. നമുക്കും ഷുഗറിന് പകരം പഞ്ചസാരക്ക് പകരം ഹണി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം. നല്ലതായിട്ട് ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. പക്ഷെ അധികമായാൽ എന്തും വിഷമാണ്. അത് വേറൊരു പരിപാടി ഉണ്ടല്ലോ, ഇത് നല്ലതാ. ഈ ഹണി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തുടങ്ങുന്നത് അതെന്താ അറിയാമോ, നമ്മളെല്ലാം മധുരം കൊടുത്ത് നല്ല കാര്യങ്ങൾ തുടങ്ങണമെന്നല്ലേ. അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. ഇത് ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റും ആണ്. ഇതിപ്പോ നിങ്ങൾ ഒരു ഹണിയല്ലേ ടേസ്റ്റ് ചെയ്തുള്ളൂ. ആക്ച്വലി നമ്മൾ നമ്മുടെ ചൂണ്ടി കോലഞ്ചേരിയിൽ ഒരു ഗ്ലോബൽ ഹണി എക്സ്പീരിയൻസ് സെന്റർ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഹണീസ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം. ലൈവായിട്ട് കോമ്പ് കഴിക്കാം. എന്നുവെച്ചാൽ ഓരോ ഹണിക്കും ഓരോ ടേസ്റ്റാ. പലർക്കും അത് അറിയാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം അതെല്ലാം ടേസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഹണി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, മണൂക്ക. അതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയോ, ഒരു കയ്പും ലൈറ്റായിട്ടൊരു മധുരമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആക്ച്വലി അത് ടേസ്റ്റ് ചെയ്തത് കുറച്ച് നാൾക്ക് മുമ്പാണ്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഹണി എന്ന് പറഞ്ഞാൽ മധുരം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമായിരുന്നു. സംഭവം ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യണതാണ്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയേ. കാരണം ഇത് വളരെ വലിയ ഹൈറ്റുള്ള മരത്തിൻ്റെ പൊക്കത്തായതുകൊണ്ട് ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ടാണ് ഈ ഹണി കളക്ട് ചെയ്യുന്നത്. ഓരോ ഹണിയുടെ പുറകിലും ഇതുപോലെ കുറേ സ്റ്റോറീസ് ഉണ്ട്. അപ്പം സമയം കിട്ടുമ്പം ഉറപ്പായിട്ടും ബോളഗോളം ടീം ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ പക്ഷേ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ബോളഗോളത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പം നമ്മുടെ 3-ാം തീയതിയാണ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു മാമാങ്കം തന്നെ. എവിടെ നോക്കിയാലും ബ്രസീലും അർജന്റീന ടീമും എല്ലാവരും, എന്തിനും ഇച്ചിരിയില്ലാത്ത പിള്ളേര് വരെ ഫൈറ്റ് നടത്തുന്ന കാലമാണ്. ഈ കറക്റ്റ് ടൈം നോക്കി ഈ സിനിമയുടെ മാർക്കറ്റിംഗ് നടത്താം എന്നുള്ളൊരു ബുദ്ധി കേന്ദ്രം ആരുടെയാ? ഫുട്ബോള് നമ്മള് ആശയം ഉണ്ടായിരുന്നു ഫുട്ബോൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവും. അത് കറക്റ്റ് ടൈമാണെന്നല്ല ഈ പറഞ്ഞ പോലെ. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. എന്ന് വെച്ചാൽ ആവേശമുണ്ട്, പക്ഷേ ആളുകൾ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ടാസ്കും കൂടിയാണ്. കാരണം ആളുകൾക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഫുട്ബോൾ മാച്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മാക്സിമം ആളുകളെ ഈ ഒരു ആവേശം നിലനിൽക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഈ സമയത്ത് തന്നെ ഇറക്കാം എന്ന് വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ കുറച്ചു മുമ്പ് സാർ തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമയുടെ റവന്യൂ കൊണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്നുകൂടെ പറയൂ. സിനിമയുടെ ടിക്കറ്റ് സ്റ്റോക്ക് എന്നാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം സിനിമ ഈ പറഞ്ഞതുപോലെ സിനിമയുടെ സ്ക്രീനിലല്ല സിനിമയുടെ ക്ലൈമാക്സ്. ഇതിന് റിയൽ ക്ലൈമാക്സ് വരുന്നത് റിയൽ ലൈഫിലാണ്. അപ്പോൾ അതൊരു ഗ്രൗണ്ട് നേടിക്കൊണ്ടാണ് അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ സംഭവിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേരള സമൂഹമാണ് തീരുമാനിക്കുന്നത്. പ്രബുദ്ധരായ കേരള സമൂഹമാണ്. ആ സമൂഹത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ ഒരു സമൂഹത്തിന്റെ കോർട്ടിൽ വെക്കുന്ന ഒരു ബോളാണ് ബോളാഗോളം. അത് ബോളടിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് സിനിമ തുടങ്ങണേക്ക് മുമ്പ്, അതായത് നമ്മൾ എന്തായാലും സ്ക്രിപ്റ്റ് പറയുന്ന സമയത്തൊക്കെ സാർ ഇങ്ങനെ ഒരു ഐഡിയ ഷെയർ ചെയ്തിരുന്നോ? അല്ല, അതെനിക്ക് അറിയില്ലായിരുന്നു. ഒരു ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ശരി. സ്ക്രിപ്റ്റ് അങ്ങനെ സ്റ്റോറി പറഞ്ഞു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് ഫുള്ള് AI
മറ്റേ സ്റ്റോറി ബോർഡൊക്കെ വെച്ച് അങ്ങനെ ചെയ്തൊരു സംഭവമായിരുന്നു. അത് ശരി. അത് ഓക്കെ. കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇംപ്രഷൻ തോന്നിയായിരുന്നു. ആ സ്പാർക്കായ ആ ഒരു മൊമെന്റ് ഒരു 1 ലൈൻ പറയാമോ? അങ്ങനെ ഒരു 1 ലൈൻ കഥ പറയണ്ട, സ്പാർക്കിംഗ് മൊമെന്റ്. 1 ലൈനായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് ശരി. ഓക്കെ. ഞാൻ ഒരുപാട് ആളുകളെ ഇപ്പൊ ഈ ഇതിനകത്ത് ഹീറോ ക്യാരക്ടർ ആണല്ലോ, അപ്പൊ കോച്ച് ആവണം, ഫിസിക് വേണം, ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഖിലിനെ വേറെ കുറെ ആളുകളെ നമ്മൾ ഓൺലൈൻ, ഞാൻ അവിടെ സൗദിയിലാണ്, അപ്പൊ ഓൺലൈനിലാണ് നമ്മൾ പിന്നെ ഓഡീഷൻ ചെയ്യും. അപ്പൊ അഖിലിനെ അറ്റ് മൊമെന്റ് സംസാരിച്ചപ്പോ തന്നെ നമുക്ക് ഓക്കെ ആയിരുന്നു. അഖിൽ മാത്രമാണ് ഈ സ്ക്രിപ്റ്റില് നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള ഏക ക്യാരക്ടർ. ലോക്ക് ചെയ്ത് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് കണ്ടുകൊണ്ട് വായിച്ച ഒരാളല്ലേ ഇമാജിൻ ചെയ്ത്. അങ്ങനെയാണ് ഷൂട്ടിലേക്ക് പോയത്. അഖിൽ മാത്രമാണ് അന്ന് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മള് ഹീറോയിനെ നോക്കുന്നതും പിന്നെ കളിക്കാരെ നോക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഒരു ക്യാരക്ടർ അത് ലീഡ് ചെയ്യേണ്ട ക്യാരക്ടറാണ്. അപ്പൊ അത് ഇതിനടുത്ത് ഫുട്ബോൾ ഉള്ളത് കൊണ്ട് നമുക്ക് കോച്ചിങ് പാഠങ്ങൾ വേണ്ടിയുള്ളത് കൊണ്ട് അപ്പോൾ കുറച്ചുകൂടി ഫിസിക്ക് വേണ്ട ആളുകൾ വേണം. അങ്ങനെ ഒരു ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അഖില് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ അതിൽ വെച്ച് മാനേജ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ. ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കളിയോടൊക്കെ വിട പറഞ്ഞതാ. അത് ശരി. 10ാം ക്ലാസ് കഴിഞ്ഞ് ഫുട്ബോള് ക്രിക്കറ്റ് ഒക്കെ നിർത്തി പിന്നെ ഫുൾ പഠിപ്പിലേക്ക് ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. കാര്യം ഉണ്ടായില്ല. അല്ല, ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. എന്താണെന്നറിയോ, ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കേരളത്തില് മുഴുവൻ ഒരു തരംഗം ആയിട്ട് നിലനിൽക്കുന്ന കാര്യം. നിസാരം നമ്മുടെ മെസ്സി കലൂര് വരാതെ പോയപ്പോ തന്നെ ജനവികാരം എന്താണെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ടറിഞ്ഞ ആൾക്കാരാ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ പന്ത് തട്ടുന്ന ഒരു മൂവ്മെന്റിനെ വരെ ആൾക്കാർ ജഡ്ജ് ചെയ്യും. അതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് തോന്നിയ കാര്യം എന്തായിരുന്നു? ടാസ്ക് എന്ന് തോന്നിയ കാര്യം ഈ കോച്ചിങ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്റ്റുഡൻസിനെ കോച്ചിങ് ചെയ്യിപ്പിക്കുക. അപ്പൊ ആ ഒരു റിതം കിട്ടണം. ഈ കോച്ചസ് ചെയ്യുന്ന പോലത്തെ ഒരു റിതം കിട്ടണം. അപ്പൊ ജൂനിയേഴ്സിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കോച്ചസ് എങ്ങനെയാണ് ചെയ്യുന്നുള്ള സംഭവങ്ങളൊക്കെ അയച്ചു തരാറുണ്ട്. നമ്മളതിന് കണ്ടും അതൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തും ഒക്കെ ഇങ്ങനെ പഠിച്ചു. എന്തെങ്കിലും ഒരു മാജിക് കിക്സ് ഒക്കെ നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്തിട്ടുണ്ടോ ഫുട്ബോൾ വെച്ചിട്ട്? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്താൽ തന്നെ അത് വർക്കൗട്ട് ആവൂല. അത് ശരി. ആ ഒരു ഇത് വരുന്നെങ്കിൽ അത് വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടല്ലേ അതൊക്കെ. നമ്മൾ എന്തായാലും എല്ലാം ഓർഗാനിക് ആയിട്ടേ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൂ അല്ലെ. ഒന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് മേക്ക് ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ. നമ്മുടെ പ്രേക്ഷകർക്കും എന്താ പറയുക, സിനിമയ്ക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചില എന്താ പറയുക, ഇപ്പൊ സാറിന്റെ വിഷനാണല്ലോ ഞങ്ങൾ ബോളഗോളത്തിൽ കൂടെ കാണുന്നത്. ഓർഗാനിക് ആയിട്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാം ഫീഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നോ? തീർച്ചയായും. അഖിലിന്റെ ക്യാരക്ടർ കോച്ച് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫുട്ബോൾ സ്കിൽസിന്റെ അത് കാണിക്കേണ്ട ഒരു ഉണ്ടായിരുന്നില്ല. കാരണം പരിക്ക് പറ്റിയ ഒരു കളിക്കാരനാണ്. അപ്പോൾ ഫിസിക്കലി അങ്ങനെ സ്കിൽസ് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്തുള്ള കളിക്കാരനുണ്ട്, അവന്റെ കാസ്റ്റിംഗ് ഇതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം. കാരണം അവനെ അങ്ങനെ കുറേ നോക്കിയിട്ടും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല. കാരണം ഇതിനകത്ത് ഒരു ഫുട്ബോൾ പ്ലെയർ മാത്രമല്ല, അവന് ഒരു ഇമോഷണൽ ട്രാക്ക് ഉണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലവ് ട്രാക്കും ഉണ്ട്. അപ്പോൾ ഇത് 3 ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആയിരുന്നു. കാരണം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളെ നോക്കി, അപ്പോൾ അവർക്ക് ഫുട്ബോൾ ഭയങ്കര ഈ പറഞ്ഞ പോലെ അവർ ഫുട്ബോൾ തട്ടുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ഇന്റർനാഷണൽ കളികൾ കളിക്കണം, അപ്പോൾ അത്തരം ഒരു സ്കിൽസ് വേണം. അപ്പോൾ അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഭാഗ്യവശാലാണ് കാശിയിലേക്ക് എത്തുന്നത്. കാശി പെർഫെക്റ്റ് ആയിരുന്നു ആ കാസ്റ്റിൽ നിന്നാണ്. പിന്നെ നമ്മൾ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് കാര്യമാണ്. നമ്മൾ ഹാപ്പി ആയി. ഇപ്പം അഖില് പറഞ്ഞു ചെറുപ്പത്തിലെ ഒരു ഫുട്ബോൾ കളിച്ച കാര്യം പറഞ്ഞു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെന്തായിരുന്നു? 10th വെച്ചിട്ട് കളിക്കുമായിരുന്നോ? ഇല്ല, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ കളിയൊക്കെ ഉപേക്ഷിച്ചതാണ്. ഇപ്പൊ വീണ്ടും ആ മെമ്മറീസ് ഒക്കെ ഒന്ന് അല്ലെ പൊടി തട്ടിയെടുത്ത് അങ്ങനെയായിരുന്നു. ഓക്കെ. ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലോട്ട് നമുക്ക് വരാം. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നമ്മൾ ആദ്യത്തെ പടമാണ് നിങ്ങൾ രണ്ടും കൂടെ അല്ലേ വരണേ. അപ്പം അത് എങ്ങനെയുണ്ടായിരുന്നു? ആ കോമ്പിനേഷൻ ഒന്ന് വർക്ക്ഔട്ട് ആകാൻ ടൈം എടുത്തോ? അതായത് മുത്തു എന്ന് പറയുന്ന ക്യാരക്ടറിന് റിബലാണ് ഈ ഹസി എന്ന് പറയുന്ന ക്യാരക്ടർ. അതുകൊണ്ട് അങ്ങനെ ഒരു സിങ്ക് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വളരെ ഹസിയുടെ ക്യാരക്ടർ ഭയങ്കര സൈലന്റ് ആണ്. ഡയലോഗ്സിലൂടെ അല്ലാണ്ട് ആക്ഷൻ ഉണ്ട്, നോട്ടം കൊണ്ട് പോലും കൺവേ ആകണം, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിങ്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സോങ് കാര്യങ്ങളും ഏറ്റവും ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. അതല്ലേ, ഫുട്ബോളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി എനിക്ക് പ്രിവ്യൂ കാണാൻ പറ്റിയില്ല കേട്ടോ, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ
കണക്റ്റഡ് അല്ല. ആള് ലൈഫിനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നോക്കി കടന്ന ഒരു പേഴ്സണാണ്. അത് ശരി. പല രീതിയിൽ പല ആംഗിളിലാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ഈ ഫുട്ബോളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണോ, അല്ല സിനിമയ്ക്കുള്ളിൽ വലിയൊരു കഥ എപ്പം മറിഞ്ഞു കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഫുട്ബോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കളിയാണ് ഫുട്ബോൾ ഇന്റർനാഷണൽ മാച്ച്. അത് ഡ്രോ സമനിലായി കഴിഞ്ഞാൽ 2 മണിക്കൂർ. അപ്പൊ 2 മണിക്കൂർ ദൈർഘ്യം നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം സിനിമകത്ത് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫാണെങ്കിലും കളിയാണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടൈം വേണ്ടി വരിക ചില കാര്യങ്ങൾ തീരുമാനമാകാൻ വേണ്ടിയിട്ട്. സിനിമയിലും ഒരു എക്സ്ട്രാ ടൈമിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 2 മണിക്കൂർ 2 വിസിലുകൾക്കിടയിൽ കളിയും ജീവിതം പാസ് ചെയ്ത് ഗോൾ നേടുന്ന സിനിമ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് ഫുട്ബോൾ മാച്ചിന്റെ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബോള ഗോളം എന്നുള്ള ഒരു പേര് കണ്ടപ്പോഴേ ബോള ഗോളം, അപ്പൊ ബോളിന്റെ ലോകത്തെ കുറിച്ച് മാത്രമായിരിക്കാം പറയുന്നത് എന്ന് ഞാനത് ചിന്തിച്ചു. അതാ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. 2 മണിക്കൂറാണ് കളി മാക്സിമം, പക്ഷെ 22 അവേഴ്സ് അവിടെ കിടക്കുന്നുണ്ട് 24 അവേഴ്സിൽ. അപ്പൊ ഫുട്ബോൾ കളി ഇതിനകത്തുണ്ട്, പക്ഷെ ലൈഫും ഇമ്പോർട്ടന്റ് ആണ്. സെയിം ടൈം അല്ലെങ്കിൽ അതിനേക്കാളേറെ ലൈഫ് തന്നെ ഇമ്പോർട്ടന്റ്. കാരണം 2 മണിക്കൂറിലെ കളിയുള്ളൂ, ബാക്കി 22 മണിക്കൂർ അവിടെ. അപ്പോ കളി ജീവിതം തന്നെയാണ് പ്രധാനം. അത് ശരി. ഈ ഫുട്ബോളുമായിട്ടുള്ള കഥയായിട്ട് ഇത്ര റിലേറ്റഡ് ആവാൻ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ? ഫുട്ബോള് നമ്മൾ ഇഷ്ടപ്പെടുന്ന കളിയാണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കളിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബോളാഗോൾ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ തന്നെ വരാൻ കാരണം ഫുട്ബോൾ ഈ ഭൂഗോളത്തിനൊപ്പം പറഞ്ഞ കളിയാണെന്ന് പറയാം. അത്രമേൽ അതിന് പഴക്കമുണ്ട്, അത്രമേൽ സ്വീകാര്യത ഉണ്ട്. അതുപോലെ സിനിമയും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഇപ്പൊ നമുക്ക് 100 രൂപ കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തുണ്ട് ഈ ലോകത്ത്? എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം സിനിമ പോലെ അല്ലെങ്കിൽ സിനിമയോളം ഒരു ചെറിയൊരു എമൗണ്ടിൽ, കാരണം അത്രയും ടാലന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയം സിനിമ പോലെ എന്തുണ്ട് നമുക്ക് 100 രൂപക്കൊക്കെ ആവാം. സിനിമ തിയേറ്ററിൽ ഒരു മിനിമം തിയേറ്ററിൽ 100 രൂപ അത്തരം അങ്ങനെ അനുഭവിക്കാനുള്ള ഒരു വേറെ മീഡിയ അല്ല. ഞാൻ മനസ്സിലാക്കുന്നില്ല 100 രൂപക്ക്. ഇതിനകത്ത് തന്നെ ഒരു താരത്തിന് നമ്മൾ മാത്രം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് 1000-ങ്ങളും 10,000-ങ്ങളും കോടികളും കൊടുക്കണം. പക്ഷെ ആ ഒരു സാധനത്തിന് എല്ലാവരും ഒരുമിച്ച് എല്ലാ ടെക്നീഷ്യൻസും ഉപയോഗിച്ച് നമുക്ക് 100 രൂപ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇമോഷൻ കണക്ട് ആണ്. അതിൽ ലാംഗ്വേജ് പ്രശ്നമില്ല, ഭാഷകൾ, രാഷ്ട്രങ്ങൾ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അമേരിക്കൻ ഫിലിം വാച്ച് ചെയ്യുന്നു, കൊറിയൻ ഫിലിം, ഇറാനിയൻ ഫിലിം, ഇതേപോലെ സെയിം ടൈം മലയാള ഫിലിം അവരും കാണുന്നു. അപ്പോൾ സിനിമ അതുകൊണ്ടാണ് സിനിമ എന്ന ആശയത്തിനെ എടുക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ അത്രമേൽ പോപ്പുലറാണ്, അത്രമേൽ ഇമ്പാക്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആ ഒരു സിനിമ ആശയത്തിലൂടെ സൊസൈറ്റി നേരിടുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മുടെ പ്രേക്ഷകരോട് 3 പേർക്കും എന്താണ് പറയാനുള്ളത്? പോയി സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഗോളി പറഞ്ഞ പോലെ സൊസൈറ്റിന്റെ കോർട്ടിലാണ്, അതുകൊണ്ട് ഗോൾ നേടുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഫുട്ബോളിനൊരു ഭാഷയില്ലാതെ ലോകമെമ്പാടും ആരാധകരുള്ള അല്ലെ ഒരു കളിയാണ്. അതേപോലെ ബോളും അതിർവരമ്പുകൾ, ഭാഷകളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് പരക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ തടത്തിൽ ഫാം ഹണിയുടെ ഒരു ഗിഫ്റ്റും കൂടെ നിങ്ങൾക്ക് 3 പേർക്കും നൽകാനുണ്ട്. ഓക്കെ, പിന്നെ ഇനിയും ഗിഫ്റ്റ് ഉണ്ട്. ഇതിന്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാമോ? ഇത് തുളസി ഹണി നമ്മൾ തുളസി പാടത്ത് നമ്മൾ വെച്ചേക്കണ പെട്ടികളില്ലേ, അതിൽ നിന്നും കളക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു തുളസിയുടെ ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പം ഈ ഹണിയുടെ ഫ്ലേവേഴ്സിനനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് പെട്ടി സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഈ ജാമുൻ ഹണി എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കാൻ പറ്റിയ ഹണിയാണ്, ഒരിക്കലും കൗണ്ട് കൂടത്തില്ല. അപ്പം ഇത്രയും നേരം ബോളഗോളം ടീം ഞങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് നമ്മുടെ ബിജൂസ് തടത്തിൽ ഫാം ഹണിയുടെ ഒരു സ്നേഹോപകാരം. താങ്ക് യു സോ മച്ച്.